ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും ചിക്കനും വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഫ്രൈ ഒന്നും ചെയ്യാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ചിക്കനാണ് വേണ്ടത്. ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ഉണ്ടാവും. അത് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് പീസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കൈവച്ച് തന്നെ അതായത് പോലെ ഒന്ന് ഇങ്ങനെ പിച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. മിക്സിയിലിട്ടൊന്നും അടിക്കുന്നില്ല, കാരണം അപ്പോൾ ചിക്കൻ കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇതാ ഈ രീതിയിൽ എല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ചിക്കൻ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ സവാള കൂടെ ചേർത്തിട്ട് അതിലാവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, അതുപോലെ ഒരു 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് 3ഉം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സവാളയൊക്കെ അധികം ബ്രൗൺ കളറൊന്നും ആക്കി എടുക്കണ്ട കേട്ടോ. നമുക്ക് ചെറുതായിട്ടൊരു കടിക്കുന്ന രീതിയിൽ തന്നെ കിടന്നാൽ മതി. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇനി മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ മസാലയുടെയൊക്കെ ഒരു അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി അധികം വേണമെങ്കിൽ അങ്ങനെ ചേർത്തോളൂ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ചേർത്തില്ല എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എന്താ പറയുക, മിക്സ് ചെയ്യണം. പിന്നെ ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി ഈ മസാല നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഫില്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ചിക്കനിലെ വെള്ളമൊക്കെ വറ്റുന്നവരെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ ഈ സമയത്ത് ചിക്കനിൽ ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ചിക്കൻ നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, മസാലയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സോസാണ് കേട്ടോ. എൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചേർക്കണ്ട. മല്ലിയിലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് ഇതുപോലെയുള്ള മസാല ആയിരിക്കണം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ സംഭവം റെഡിയാക്കുന്നത്. ഇനി നമുക്കിതൊരു ദോശ പോലെയാണ് നമുക്ക് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന്, നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ തന്നെ ഈ മാവൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലാണെങ്കിലും അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് ദോശക്ക് മാവ് റെഡിയാക്കുന്ന പോലെ തന്നെ ആ ഒരു പരുവത്തിൽ റെഡിയാക്കിയിട്ട് എടുക്കുക. പിന്നെ ഈ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിക്ക് നമുക്ക് 4 എണ്ണമാണ് കേട്ടോ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി വരെ എടുത്തോളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ദോശ ചുടാനുള്ള ഒരു പരുവത്തിൽ റെഡിയാക്കുക. അപ്പോൾ നമുക്കിനി ഇതൊരു ദോശ പോലെ ഒന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 കയ്യിലൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു നേരിയ ദോശ മാതിരി തന്നെ ചുട്ടെടുക്കുക. ഞാൻ അത്യാവശ്യം വലിപ്പത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെക്കേണ്ടതാണല്ലോ. പിന്നെ ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ നേരിയതാക്കി ചുടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ ഇതാ ഇപ്പം തന്നെ ഒരുവിധം ആയിട്ടുണ്ട്. പിന്നെ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കി ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ തണുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് കുറച്ച് മൈദയും വെള്ളവും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇരിക്കും അത്. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പോക്കറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ 4 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുക്കിയിട്ടാണ് നമ്മളിത് ടോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ പോലെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 കപ്പ് പാലും ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ തിളപ്പിച്ചിട്ടുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ മുട്ടയും പാലും കൂടെയൊക്കെ ചേർത്ത ഈ ഒരു മിക്സിലാണ് നമ്മൾ ഇത് മുക്കിയിട്ട് ടോസ്റ്റ് ചെയ്യുക. അപ്പോൾ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അധികം ഓയിൽ വേണ്ട നമുക്ക്. നമ്മളിത് അധികം ഓയിൽ ഇല്ലാതെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പോക്കറ്റ്സ് ഈ ഒരു മുട്ടയുടെയും പാലിൻ്റെയും മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചാൽ മതി. അധികം നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി എല്ലാം വെന്തിട്ടുള്ളതാണ്. ആ പുറമേ ഉള്ള മാത്രം ഒന്ന് നമുക്ക് റെഡിയായി കിട്ടിയാൽ മതി. അപ്പോൾ അതാ ഒരു സൈഡൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് കൂടെ റെഡിയാക്കിയിട്ട് എടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ രീതിയിൽ ബാക്കിയുള്ളത് നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീറ്റ് ചിക്കൻ പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങും പുറത്ത് ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ദോശ എല്ലാം കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഓയിലൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ. ചെറുതായിട്ട് നമ്മൾ കുറച്ച് ഓയിലല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വൈകിട്ടൊക്കെ ചിക്കനൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്